എനിക്ക് ഡോൺ പാലത്തറയുടെ ശവം, വിത്ത് തുടങ്ങിയ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഖരം എന്ന് പറഞ്ഞൊരു സിനിമയിൽ കണ്ണൂർ ബേസ് ചെയ്തിട്ട് ഒരു ഡോക്ടർ സംവിധാനം ചെയ്ത സിനിമയിലൊക്കെ കുറച്ച് പ്രാധാന്യമുള്ള വേഷങ്ങളായിരുന്നു. അതൊന്നും അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ചെറിയ പിന്നെ സിനിമാക്കാരൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ചാർലി എന്ന സിനിമയിലൂടെ പിന്നെ കുറച്ചും കൂടെ ഒരു അഭിനയത്തിന്റെ വിവിധ മേഖലകളിൽ മലയാളം സിനിമ അതുപോലെ പരസ്യ മേഖലകളിൽ ഒരുപാട് കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ബൈജു ബാല, തൃശ്ശൂർ അന്തിക്കാടുള്ള ബൈജു ബാലയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. സിനിമയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഈ അഭിനയ രംഗത്തേക്ക് വന്നിട്ട് എത്ര വർഷമായി? അഭിനയ രംഗത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയം എന്ന് പറയുമ്പോൾ സിനിമ മാത്രമല്ല, നാടകങ്ങൾ ഇതിലൊക്കെ ഉണ്ട്. അതെ. അപ്പൊ ഞാൻ കോളേജ് ലെവലിൽ നാടകം അഭിനയിച്ചിട്ടുണ്ട്, സ്കൂളിൽ നാടകം അഭിനയിച്ചിട്ടുണ്ട്. അത് ചെറുപ്പത്തിൽ ഈ ആഗ്രഹമുണ്ട്, അഭിനയത്തിനോടൊരു ആഗ്രഹമുണ്ട്. സിനിമ മേഖല ഇതിനോട് ഇപ്പൊ വന്നിട്ട് ഒരു 12 വർഷത്തോളം. മലയാളം സിനിമയിൽ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അതില് ഏതൊക്കെ സിനിമയിലാണ്, എന്താ ഒരു ചെറിയ വേഷങ്ങളുടെ ഒരു ഇത് പറയും നമുക്ക്? നമ്മളൊരു സിനിമ കാണുമ്പോൾ സാധാരണ കേസിൽ ഒരു മെയിൻ ക്യാരക്ടറെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും നമ്മള് ഒരുപാട് ആക്ടേഴ്സ് അവിടെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ട്. ചിലതിനൊക്കെ നല്ല പ്രാധാന്യം ഉള്ളതുമാണ്. ആ പ്രാധാന്യമുള്ള കഥാപാത്രം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കുറച്ച് സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ 1-2 സിനിമകളുടെ പേര്, അഭിനയിച്ച അറിയാവുന്ന സിനിമകളുടെ ഒക്കെ പേരുകളൊന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഒരു നമുക്ക് ഓഡിഷൻ ചെയ്ത് നോക്കാം അല്ലേ? നമുക്കൊന്ന് ഓഡിഷൻ ചെയ്ത് നോക്കാം. വിളിക്കട്ടെ? എനിക്ക് അങ്ങനെ അഭിനയിച്ച് പരിചയമൊന്നുമില്ല ചേട്ടാ. ഒരു കുഴപ്പമില്ല ചേട്ടൻ. ആ ഡയലോഗ് കാര്യങ്ങളെല്ലാം പറഞ്ഞാന്ന് ഓർമ്മയില്ലേ? എന്തോട്ടോടെ പരിപാടി? ഓടാ ഓടാ. എനിക്ക് ഡോൺ പാലത്തറയുടെ ശവം, വിത്ത് തുടങ്ങിയ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഖരം എന്ന് പറഞ്ഞൊരു സിനിമയിൽ കണ്ണൂർ ബേസ് ചെയ്തിട്ട് ഒരു ഡോക്ടർ സംവിധാനം ചെയ്ത സിനിമയിലൊക്കെ കുറച്ച് പ്രാധാന്യമുള്ള വേഷങ്ങളായിരുന്നു. അതൊന്നും അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ചെറിയ പിന്നെ സിനിമാക്കാരൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയൊരു വേഷമായിരുന്നു. അത് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ കരിക്ക് എന്ന് പറഞ്ഞൊരു വെബ് സീരീസിൽ ഞാൻ അഭിനയിച്ചു. അത് കണ്ടിട്ടാണ് അതിലാണോ സുഹാസിനിയുടെ കൂടെ ഉള്ളത്? അല്ലല്ല, അത് വെബ് സീരീസ്. അത് നമ്മുടെ ജയ് മഹാദേവൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ ഒരു നമ്മുടെ ഹോട്ട്സ്റ്റാറിലുള്ളത് അതിലുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് അഞ്ചക്കൊള്ളൊക്കെ നോക്കാനിലേക്ക് അവർ വിളിക്കുന്നത്. അതിൽ നല്ലൊരു വേഷം ചെയ്തു. പിന്നെ അനോമി എന്ന് പറഞ്ഞപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഒരുമിച്ചുണ്ട്. എനിക്കൊരു ചെറിയ സൈഡ് വേഷമാണേലും നല്ലൊരു വേഷം തന്നെയാണ്. നല്ലൊരു പോലീസ് ഓഫീസറുടെ വേഷം തന്നെയാണ്. കാണാം എന്നുള്ള ഒരു ഭംഗിയാണ്. പിന്നെ നല്ലൊരു വേഷമാണ്. ഓക്കെ. പിന്നെ പരസ്യങ്ങള്, എനിക്ക് തോന്നുന്നു ഒരുപാട് പരസ്യങ്ങള് നമ്മുടെ ബിഗ് ബോസ് അങ്ങനെയുള്ളതിനൊക്കെ ഒരു പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ അറിഞ്ഞു. ബിഗ് ബോസ് പോലുള്ള ഒരു അത്ര ആളുകൾ, ഒരുപാട് ജനങ്ങള് നോക്കുന്ന ഒരു സാധനം. അതൊക്കെ എങ്ങനെയാ? അതിനൊക്കെ പറഞ്ഞു. ശരിക്കും പറയുകയാണെങ്കിൽ അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് വന്നു ചേർന്നിട്ടുള്ളതാണ്. എന്നിലേക്ക് വന്നു ചേർന്നിട്ടുള്ള അതാണ്. നമ്മുടെ ഈ ശ്രമങ്ങൾ എന്ന് പറയുമ്പോൾ ചാൻസ് ചോദിക്കൽ മാത്രമല്ല ശ്രമങ്ങൾ. നമ്മള് ഉള്ളാലെ ആഗ്രഹിക്കുന്ന ഒരു ശ്രമമാണ്. നമ്മള് അഭിനയം പഠിക്കാൻ വേണ്ടി നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി ചെയ്യണത് ഒരു ശ്രമമാണ്. മനസ്സിലാവണ്ട? അപ്പൊ അങ്ങനെ നമ്മള് ഓരോ നമ്മൾ ഓഡീഷൻസ് തന്നെ അയക്കുന്നത്, നമ്മുടെ ഫോട്ടോസ് അയക്കണത്, നമ്മളിങ്ങനെ ലൈവായി നിൽക്കുന്നതൊക്കെ ഇതിന്റെ ഒരു അന്വേഷണങ്ങളാണ്. അപ്പൊ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാദൃശികമായിട്ട് പിന്നെ എനിക്കൊരു വഴിത്തിരിവായിട്ടുള്ളത്, എന്റെ ആക്ടിങ്ങിന്റെ ആഗ്രഹത്തിന് ഒരു വഴിത്തിരിവായിട്ടുള്ളത് ശരിക്കും ആക്ട് ലാബ് സ്റ്റുഡിയോസ് ആണ്. ആക്ട് ലാബ് സ്റ്റുഡിയോസ് ആണ്. ഈ നമ്മുടെ ഒരു ആഗ്രഹം ഉള്ളിൽ ഇങ്ങനെ വെച്ച് ആക്ട് ചെയ്യണം, സിനിമയിലേക്ക് വരണം, അല്ല അങ്ങനെ ഒരു ആഗ്രഹം നിൽക്കുമ്പോൾ ഒരു യാദൃശികമായിട്ട് സജീവ് നമ്പിയത്ത് എന്ന് പറഞ്ഞ സാറിനെ ഞാൻ പരിചയപ്പെടുന്നു. എന്റെ നാട്ടുകാരനാണ്. പക്ഷെ നാട്ടുകാരനാണ്, എന്റെ സുഹൃത്താണ് ചെറുപ്പകാലത്ത്. പക്ഷെ പിന്നീട് ആള് ഭയങ്കരമായിട്ട് പൂനെ കൈവിട്ടു പോയി. അപ്പൊ ഞാൻ അകലെ നിന്ന് കാണുന്ന ഒരു മനുഷ്യനായി. ആളെ പല ടി വിയിൽ ഷോസിലൊക്കെ കാണാം. അപ്പൊ ഇങ്ങനെ വാച്ച് ചെയ്തിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം
റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ എവിടേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടു. അപ്പൊ എനിക്കങ്ങനെ അങ്ങോട്ട് നമ്മള് പരിചയക്കാരാണ്, ചാഴൂര് ദേശത്ത് ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. പക്ഷെ എനിക്ക് അടുത്തേക്ക് പോകാനായിട്ട് ഒരു മടി, കാരണം അത് ഒരുപാട് വളർന്നു. അത് നോക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് പുസ്തകം ഇങ്ങനെ വായിച്ച് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയി. അപ്പൊ ഞാനിങ്ങനെ ആളെ പിന്തുടരുന്നുണ്ട് ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ. അപ്പോൾ ഫേസ്ബുക്കിലൂടെ നോക്കി യാദൃശ്ചികമായിട്ട് ഫേസ്ബുക്കിലൂടെ ആളിങ്ങനെ ആക്ലാബിന്റെ ഒരു കോഴ്സ് നടത്തുന്നത് കണ്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചു, സാർ ഞാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ എന്റെ ഏജ് ഒരു ഏകദേശം 40 വയസ്സായിട്ട് ഈ ആഗ്രഹം വെച്ച് നടന്ന 40ാമത്തെ വയസ്സിലാണ് ഞാൻ പുറത്തേക്ക് ട്രൈ ചെയ്യണത്. ഈ ആഗ്രഹം മാത്രമേ ഉള്ളൂ. സാറേ ഞാനിങ്ങനെ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് അഭിനയിക്കാൻ അറിയുമെന്നൊന്നും അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്, എന്റെ വയസ്സ് ഇത്രയാണ്, സാർ ഒരു 3 ദിവസത്തെ കോഴ്സ് അവിടെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു, എനിക്ക് വരാൻ പറ്റും, വന്ന് നോക്കണം എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര ചമ്മലുണ്ട്, എങ്ങനെ വരണം എന്നൊന്നും അറിയില്ല. അപ്പൊ വരാമല്ലോ, കുഴപ്പമില്ല, വയസ്സൊന്നും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ആഗ്രഹം വരാം, എവിടെ വീട്? ചാഴൂര് എന്റെ നാടാണല്ലോ. അതെ, ഞാൻ ബൈജു ആണ്, അറിയാം. ഓ ബൈജു നീയാണോ, നീ എന്താ വായോ, നമുക്കിത് എൻജോയ് ചെയ്തിട്ട് പോവാം, മൂവീസ് അല്ലേ, വായോ, എന്താണെങ്കിലും നീ വായോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോകുന്നതാണ് 3 ദിവസം. 3 ദിവസത്തെ അവിടെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ ആക്ടിങ് ചെയ്തപ്പോ പിന്നെ അവരെല്ലാരും കണ്ടവരൊക്കെ ബൈജു കുഴപ്പമില്ല, നീ ട്രൈ ചെയ്യുക, അങ്ങനെ ചെയ്യുക, അങ്ങനെ കുഴപ്പമില്ല, അങ്ങനെ ചെയ്യുന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. പിന്നെ അവിടെ ഒരു 1-1.5 മാസത്തെ ഒരു കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്യണം. അതാണ് എന്റെ ഇതിലേക്കുള്ളൊരു എൻട്രി എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ഓഡീഷൻസിന് പോയി അങ്ങനെ വന്ന് ചേർന്നിട്ടുള്ളതാണ് പലതും.